ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും നിങ്ങൾക്ക് അല്ലാഹു പടച്ചത് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ പുരയുടെ വലുപ്പം നോക്കാനല്ല, നിങ്ങളുടെ ആഭരണത്തിന്റെ ഭാരം കാണാനല്ല, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ചന്തം കാണാനല്ല, നിങ്ങളുടെ പെരുമയോ നിങ്ങളുടെ പൊലിമയോ കാണാനല്ല. അഹ്സനു അമലാ, അല്ലാഹുവിന് വേണ്ടി ആരാണോ കൃത്യമായും വസദ്ദഖ ബിൽ ഹുസ്ന, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പണിയെടുക്കുന്നത് ആരാണോ അവരെ കാണാനാണ് ഈ ലോകത്തെ അല്ലാഹു സംവിധാനിച്ചത്. ജീവിതവും മരണവും അല്ലാഹു പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിച്ചുവല്ലോ. അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹുവേ, ഹലാൽ തിന്നുന്നവരും ഹലാൽ പ്രവർത്തിക്കുന്നവരും ഹലാൽ സ്വീകരിക്കുന്നവരുമാക്കി തരണേ പടച്ചവനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, ഹറാമുമായി ഇടപെട്ടത്, പലിശ ബാങ്കിൽ പോയി ലോൺ എടുത്തത്, പലിശ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് തിന്നത്, എല്ലാം പുറത്തു തരണേ പടച്ചവനെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ. ഇത് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ്. ഇത് കളിക്കാൻ വന്ന ലോകമല്ല, ഇത് ചിരിക്കാൻ വന്ന ലോകമല്ല, ഇത് ആനന്ദിച്ച് മതിമറന്ന് ജീവിക്കാൻ വന്ന ലോകമല്ല. കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായ മാർഗരേഖയിലൂടെ ജീവിച്ച് നടന്ന് അങ്ങോട്ട് അക്കരെ പറ്റാൻ ആർക്ക് കഴിയുമോ? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവര് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് പോകുന്നത്. അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാത്തിരിക്കും. ലോകത്തോട് യാത്ര പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അനഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാൻ അവിടെ നിൽക്കും കേട്ടോ. ഞാൻ നിങ്ങളവിടെ കാണാൻ കൊതിക്കുന്നുണ്ട്. നമ്മളെ കാണാൻ കൊതിച്ചില്ലേ നബി തങ്ങൾ? ബഖീഇൽ എന്ന് ജന്നത്തുൽ ബഖീഇൽ ഒരു സ്വഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കെ, സ്വഹാബത്ത് അവിടെ ഇങ്ങനെ കൂടിയിരിക്കെ, ഏതാനും സ്വഹാബികളോടുകൂടെ അവിടെ നിന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞു, വദിച്ചു, ഞാൻ കൊതിച്ചു പോകുന്നു, ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നുണ്ട് സ്വഹാബികളെ. അവർ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ സഹചാരികൾ, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ, അവർ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. അല്ലദീന ലം യഅതു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കണ്ടിട്ടില്ല അവർ, പക്ഷേ എന്നിൽ വിശ്വസിക്കും. ഖുർആനിന്റെ അവതരണത്തിന്റെ സാക്ഷികളല്ല അവർ, പക്ഷേ അല്ലാഹുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ. അല്ലാഹുവിനെ കണ്ടിട്ടില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ. അങ്ങനെ നിങ്ങളുടെ കാലശേഷം വരാൻ പോകുന്ന, ലോകാവസാനം വരെ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് മരണപ്പെട്ട ഒരു സമൂഹത്തിന്റെ അരികത്ത് മഖ്ബറയിൽ ചെന്നിട്ട്, ഖബർസ്ഥാനിൽ ചെന്നിട്ട് ജീവിച്ചിരിപ്പുള്ള സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വരാൻ പോകുന്ന തലമുറയെ കാണാൻ കൊതിച്ച നബിയാണ് ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ? ആ ഹബീബിനോടൊപ്പം അല്ലാഹുവിന്റെ രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിനെ നോക്കിയിട്ട് മുഖത്ത് ശോഭ കിട്ടാൻ ആഗ്രഹമില്ലേ മുഅ്മിനേ? നമുക്കൊക്കെ എന്തൊരു ധൈര്യമാണ്. സ്വഹാബത്ത് കരഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആട്ടിൻകുട്ടിയായിരുന്നിട്ട് ആളുകൾ എന്നെ അറുത്ത് ഭക്ഷിച്ച് എന്നോട് നാളെ അല്ലാഹു കൂനൂ തുറാബാ, മണ്ണായിക്കോളൂ എന്ന് പറയുമ്പോ ഒന്ന് മണ്ണായി മാറാൻ ഉമറിന് കഴിഞ്ഞെങ്കിലെന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു നബി തങ്ങൾ. ആരൊക്കെയാണ് കപടവിശ്വാസികളെന്ന്?
മനസ്സിന്റെ ഉള്ളിൽ അവിശ്വാസവും പുറമേ മുസ്ലിമുമായി നടക്കുന്ന ആളുകളുടെ പേര് വിവരം കുടുംബ പേരടക്കം അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തപ്പോൾ പിന്നാലെ ഓടിച്ചെന്ന് എന്റെ പേരതിലുണ്ടോ എന്ന് ചോദിച്ച സ്വഹാബിയുണ്ട് മുഅ്മിനേ. നമ്മളങ്ങ് വിചാരിച്ചു സ്വർഗത്തിലേക്കാണെന്നല്ലേ? നമ്മുടെ ആളെ കൈപിടിച്ചപ്പോഴേക്കും സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ചുവല്ലേ? നമ്മൾ വിചാരിച്ചു, നമ്മൾ ഉറപ്പിച്ചു നമ്മൾ സ്വർഗത്തിലെന്ന്. സ്വഹാബത്തിന് ധൈര്യം വന്നിട്ടില്ല, സ്വഹാബത്തിനത് പറയാൻ ധൈര്യം വന്നിട്ടില്ല. പിന്നാലെ ചെന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹിബ് സിർരി റസൂലില്ലാ, അങ്ങയുടെ കയ്യിൽ മുനാഫിക്കുകളുടെ പേര് നബി തങ്ങൾ തന്നുവല്ലോ, ആ പേര് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല, മാ കുന്തു ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യം ഞാൻ പരസ്യപ്പെടുത്തൂല. പിന്നാലെ നടന്നു ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഹുദൈഫ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ പേരിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ എന്ന പേരുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? എന്താണിത്? സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് ഉറപ്പായിരിക്കെ, സ്വർഗത്തിലേക്ക് ഉമറേ നിങ്ങൾ ഉമറും ഫിൽ ജന്ന, ഉമർ എന്നവരെ നിങ്ങൾ സ്വർഗത്തിലാണ് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ പേര് കപടവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടോ ഹുദൈഫ എന്ന് ചോദിച്ചു നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ എന്തൊരു ധൈര്യമാണ്, നമ്മളൊക്കെ എന്തൊരു ധൈര്യത്തിലാണ് ജീവിക്കുന്നത്. നാളത്തെ പരലോകത്തെ കുറിച്ചുള്ള ബോധത്തിലാണോ നമ്മൾ ഉറപ്പിച്ചു സ്വർഗത്തിലാണെന്ന്, നമ്മുടെ സംഘടന സ്വർഗത്തിലാണെന്ന്, നമ്മുടെ ആളുകൾ സ്വർഗത്തിലാണെന്ന്, നമ്മുടെ ശൈഖിനെ പിടിച്ചാൽ സ്വർഗമാണെന്ന്? സ്വഹാബത്തിന് ധൈര്യം വന്നിട്ടില്ല. ഇത് അല്ലാഹുവിനോട് നമ്മൾ കൊതിക്കുകയാണ് സ്വർഗത്തിലാവട്ടെ എന്ന്. ഒരു മുസ്ലിം പോലും സ്വർഗത്തിലാണ് എന്റെ ആളെന്ന് പറയാൻ ധൈര്യപ്പെടൂല, അമ്പിയാക്കന്മാരൊഴികെ, അമ്പിയാക്കന്മാരൊഴികെ. എത്ര സൽക്കർമ്മം ചെയ്ത ആള് പോലും എന്റെ മരണം മോശമാകുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. സ്വഹാബികൾ പേടിച്ചിട്ടുണ്ട്. കർമ്മങ്ങൾ ഇത്രക്ക് ചെയ്ത ആളുകൾ. നമ്മളൊക്കെ എത്ര പേടിക്കണം, നമ്മൾ എത്ര പേടിക്കണം. വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ ധൈര്യം, വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ ധൈര്യം. ഈമാനിന്റെ കുറവ് കൊണ്ടാണ് ഈ ധൈര്യം. പരിഹരിക്കണം മുഅ്മിനെ, ഇത് പരിഹരിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിനയത്തോടുകൂടെ നടന്നു വരിൻ, വിനയത്തോടുകൂടെ നടന്നു വരിൻ. ഇദാ തഖറബ ഇലയ്യ അബ്ദി ശിബ്റൻ തഖറബതു ഇലൈഹി ബാഅ, ഒരൽപ്പം ഒരു ചാണിന്റെ അടുത്തേക്ക് വന്ന ഒരു മുഴം ഞാൻ അങ്ങോട്ട് അടുക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാമെന്ന് അല്ലാഹു ജല്ല ജലാലു. എല്ലാ രാവിലും പകലിലും അവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നല്ലേ അതിനർത്ഥം. അല്ലാഹു രാവിലും പകലിലും ചോദിക്കുക, നിങ്ങൾ മടങ്ങുന്നുണ്ടോ? ഞാൻ സ്വീകരിക്കാം. പശ്ചാത്തപിക്കുന്നുണ്ടോ? ഞാൻ തൗബ സ്വീകരിക്കാൻ ഒരുക്കമാണ്. പാപമോചനം ചോദിക്കുന്നുണ്ടോ? ഞാൻ പുറത്തു തരാം. തെറ്റുകൾ തിരുത്തണമെന്ന് അവസരം തോന്നുന്നുണ്ടോ? ഞാൻ അവസരം തരാം. അല്ലാഹു ഇങ്ങനെ ചോദിച്ചിട്ട് പോലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കണം മുഅ്മിനെ. ആ മനസ്സിന് വേണ്ടി ചോദിക്കിൻ, അല്ലാഹുവിനോട് ആ മനസ്സ് തരാൻ വേണ്ടി ചോദിക്കിൻ. ആ മനസ്സ് ചോദിക്കിൻ. റബ്ബിന് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى. ഈ ലോകവും പരലോകവും അല്ലാഹുവിനെ നമ്മളാണ് ഹിദായത്തിന്റെ ഉറവിടം. അല്ലാഹു പറയുന്നു, യാ റബ്ബനാ അല്ലാഹുമ്മ ഹ്ദി ഖുലൂബനാ അല്ലാഹുമ്മ ഹ്ദി ഖുലൂബനാ അല്ലാഹുമ്മ അൽഹിംനാ മറാഷിദ ഉമൂരിനാ. അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങൾക്ക് നന്മ തരയണമേ, ഹിദായത്ത് തരയണമേ പടച്ചവനെ.